നാളെ ഇല്ലേ, നാളെ ബിദ്വലിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ ഉണ്ടാവില്ല, ഒരു ടൂറിന് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി 12 മണിക്ക് ഇതൊന്ന് ആഘോഷിക്കുക. അപ്പോൾ രാത്രി കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, കുറച്ച് പിള്ളേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം നടക്കുമെന്നറിയില്ല, കാരണം ഞാൻ എവിടെയോ ഇല്ല നോക്കിയിട്ട് അവിടെ ഓടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പൂനെയും ഷാരുവിനെല്ലാം ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ അപ്പടി ഇങ്ങോട്ടും ഓടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം, സർപ്രൈസ് ആവുമോ ഇല്ലയോ, കൊളാവുമോ എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ബലൂണെല്ലാം ഇതിങ്ങനെ സെറ്റാക്കുന്നുണ്ട്. ബലൂണൊക്കെ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബലൂണൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരിടുന്ന് സെറ്റാക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് താഴെ പോയി നോക്കാം, അല്ലെങ്കിൽ അവൻ എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നു കളി. ഈ ഗ്ലാസ്സിന് ഈ ഡോറിന് ഗ്ലാസ്സാണ്, ഇങ്ങനെ ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവന് പെട്ടെന്ന് കാണേണ്ട വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടല്ലേ. അപ്പോൾ എന്തായാലും താഴെ ഒന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട്. അവനെ രഞ്ജി എന്തോ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്, ഹെയർ എന്തോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ടുള്ള. അപ്പോൾ ഇനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. അമ്മ ഇവിടുന്ന് നമ്മളെ ബ്രൗണിയോട് അടി കൂടുന്നുണ്ട്. ഈ കക്ഷീൻ്റെ പണി ഇങ്ങനെ ഓട്ടം. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള പരിപാടി ഓടിക്കൊണ്ടേ. ബലൂണെല്ലാം കുറച്ച് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുവാന്ന് ഇവർ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ കള്ളനെ നമ്മൾ കൂട്ടിലാക്കി തൽക്കാലം. കള്ളൻ അതെ കൂട്ടുന്ന ഭയങ്കര പ്രശ്നാട്ടോ. ഇത് ബ്രൗണി അല്ലേ? ലിയോനെ കൂട്ടിലാക്കിയപ്പോ ബ്രൗണി എന്തിയേ? ഓഹോ, അപ്പൊ നമ്മള് ബ്രൗണിയുടെ കൂട്ടിലാക്കിയിരിക്കുന്നത് ലിയോനെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോകട്ടോ. ഇപ്പോഴും കക്ഷി ഇവിടെ നിന്ന് എഴുന്നേറ്റില്ല. രഞ്ജി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെ കാഴ്ചക്കൊരു ഓയിൽ ഉപയോഗിച്ചിട്ടൊരു മസാജിങ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം എന്തായി ഒരുക്കം. ഞാൻ കുറച്ച് പേരെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ എന്തായി നോക്കട്ടെ. വാവ്, സൂപ്പറായല്ലോ. ബലൂണൊക്കെ ഇവിടെ നിറഞ്ഞു വെച്ചേക്കുക. സെറ്റായില്ലേ സിയ? അടിപൊളി. ഫുള്ളായിട്ട് ഇവർ സെറ്റാക്കി വെച്ചിരിക്കുക. ഇതെവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേബിളൊന്ന് ക്ലീൻ ആക്കാനുണ്ട് അല്ലേ. ഇവരാണ് ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഇനി കേക്കിൽ വെക്കേണ്ടത് അല്ലേ? അത് കേക്കിൽ വെക്കുന്നത് 51 വയസ്സ്. 51 വയസ്സ് നമുക്ക് സെറ്റാക്കാം. അവൻ 51 ആകുമ്പോൾ എനിക്ക് എത്ര ആയിട്ടുണ്ടാവും? എനിക്ക് 18. റിവേഴ്സ് ഗിയർ. അപ്പോൾ ഒരുപാട് ബലൂൺസ് റൂം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വേസ്റ്റുകൾ നമുക്ക് തൽക്കാലം ഈ പേപ്പറിൽ ഉന്തി വെച്ചേക്കാം. നാളെ എന്നിട്ട് ക്ലീൻ ചെയ്യാം. ഇത് തൽക്കാലം നമുക്ക് ഷെൽഫിൽ എടുത്ത് വെക്കാം. ഇത് അവൻ്റെ 51ാമത്തെ വയസ്സ് അല്ലേ? 51 അല്ലേ? 51. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായി. ക്യാപ്പ് റെഡിയാണ് കേട്ടോ. അടുത്ത മാസം ആരുടെ ബർത്ത്ഡേ? സിയാൻ്റെ. അപ്പോൾ സിയാൻ്റെ ബർത്ത്ഡേക്ക് ഇതന്നെ മതിയല്ലോ. എല്ലാം സെറ്റായി വെച്ചു. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് വെക്കാം, ഇതിലെടുത്ത് വെക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ 12 മണിക്ക് ഇങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേക്കെല്ലാം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ
ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഇവരിടുന്ന് കളി തുടങ്ങി. ഇവിടെ പൊട്ടുമ്പോൾ താഴെ ഒച്ച കേൾക്കൂ. ഇതാ ഇവിടുന്ന് ഒന്നും പൊട്ടാൻ പാടില്ല. അപ്പം നമുക്ക് ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് പുറത്ത് പോകാം. ബാബാ അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ടാ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേഴ്സിനെല്ലാം ഞാൻ ടി വി കാണുക, പുതിയ സിനിമ വന്നിട്ടുണ്ടാവും, ഹോട്ട്സ്റ്റാറിലോ മറ്റോ പുതിയ സിനിമ വന്നിട്ടുണ്ടാവും, പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ടി വി കാണാൻ അയച്ചിട്ടുള്ളത്. ഇപ്പം സമയം 10:30 ആയുള്ളൂ, ഇനിയുണ്ട് 1.5 മണിക്കൂർ. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. സാരമില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എല്ലാവരും വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാട്ടർ മെലനും പിന്നെ ഗ്രേപ്സും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബ്രൗണി പോലും ഇത് ഉറങ്ങാണ്ട് ഇതാ ഇവിടെ കളിക്കുക. ബ്രൗണി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. കുട്ടിപ്പട്ടാളത്തിന് ഞാൻ കാണിച്ചുതരാം എന്താ ചെയ്യുന്നതെന്ന്. നമ്മളെ ബർത്ത്ഡേ പരിപാടിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേർ എത്തിയിട്ടുണ്ട്. ഇതാ പപ്പാട്ടനും നമ്മളെ ഷാജി പാപ്പനും. ഒരു ഏടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, 2 പാപ്പന്മാർ. അപ്പോൾ ഇതാ ആൾക്കാരിൽ ഇതാ ഇവിടെ എത്തി. ഇതാ തീർച്ചയായും ഇത് ഇപ്പോൾ വന്നിയാ ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇല്ലേ ഇത്രയും സമയം വിദ്വൽ അറിയാണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതായിരുന്നേ. പക്ഷേ ഇപ്പം അത് മെല്ലെ ഒന്ന് പാളിപ്പോയി. മുകളിലത്തെ വീട്ടിലെ അജിതേച്ചി അപ്പുറത്തെ വീട്ടിലെ വിജുവാട്ടിനോട് പറയുന്നുണ്ടായിരുന്നു 12 മണിക്ക് സ്നേഹ വരും. അപ്പോൾ അതെന്ത് ചെയ്ത് വിദ്വൽ കേട്ട്, അപ്പോൾ അവന് മെല്ലെ അത് മണത്തു 12 മണിക്ക് എന്തോ സ്പെഷ്യൽ ആക്കുന്നുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല ഇത്രയും സമയം വിജുവാട്ടിന് അവൻ്റെയും ടീമിനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മുള്ളംപന്നി വന്നിട്ടുണ്ട് കാണാൻ വന്നുകൊണ്ട്. അപ്പോൾ കുറേ സമയം അവിടെ പിടിച്ച് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 11:50 ആയപ്പോൾ അവർ മെല്ലെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ കണ്ടില്ല, അവൻ ഒറ്റയടിക്ക് മുകളിലിട്ട്, മുകളിലാണ് നമ്മൾ ബലൂണും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായി. അവൻ നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ ബലൂൺസ് എല്ലാം കണ്ടു, ചീറ്റിപ്പോയി. നമ്മളെ പരിപാടി കുറച്ചൊന്ന് ചീറ്റിപ്പോയി. പക്ഷെ എന്നാലും അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഈ 12 മണി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നാളെ എന്തെങ്കിലും പരിപാടി ആക്കുമെന്ന് അവനറിയായിരുന്നു. ഞാൻ എന്തായാലും ഉച്ചവരെ ഉണ്ടാവുമെന്ന് അവനറിയായിരുന്നു. അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും ചെറിയ കേക്ക് കട്ടിങ് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം വലിയ ഗ്രാൻഡൊന്നും ആയിരിക്കില്ല, അങ്ങനെ വേണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇനി അങ്ങനെ ഗ്രാൻഡൊന്നും ഇപ്രാവശ്യം ആക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ആക്കാമെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കേടാ, അതും പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കി വന്നതാണ്. പക്ഷേ ഇതവൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് മുകളിൽ പോവാം, കാണിച്ചിടാം. അപ്പോൾ എല്ലാവരും മുകളിലുണ്ട്, കുറച്ച് ആൾക്കാർ താഴെയുണ്ട്, കുറച്ച് ആൾക്കാർ മുകളിലുണ്ട്. അപ്പോൾ മുകളിൽ ആരെല്ലാം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ആൾക്കാർ ഇതാ പുറത്ത് ക്യാരം ബോർഡ് കളിക്കുക. ഇതാ ഇവിടെ നിന്ന് ഇതാ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും ഉണ്ട്. ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ വർഷമായിരുന്നു 2023. ഇതായിരിക്കുന്ന ബ്ലാക്ക് ഷർട്ട് ഇട്ടയാൾ സിവിൽ എഞ്ചിനീയറാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ലാത്തൊരു സിവിൽ എഞ്ചിനീയറാണ്. ഇതാ സീതരമ്മാനുണ്ട്, ശൈലമ്മാനുണ്ട്, ഇതാ പിള്ളേഴ്സെല്ലാം ഉണ്ട്. ഇതാ പിറന്നാൾ പോയി ഇവിടെ ഉണ്ട്. മതി. അപ്പൊ ഇതാ എല്ലാരും എത്തി, ഇതെല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം സെറ്റാക്കി ഇതാ പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 മണിയായി, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വാ എല്ലാരും കൊടുക്കും. അയ്യോ ക്യാപ്പ് വെച്ചിട്ടില്ല. ഇത് ഇല്ലൂട്ടിയാക്ക്.
അവനെ ശ്രദ്ധിക്കണേ, സിമെന്റ് ചാന്ത് തേക്കുന്ന പോലെ തേക്കുവേ. അപ്പൊ ഇതാ നമ്മളെ ബർത്ത്ഡേ കട്ടിങ് എല്ലാം കഴിഞ്ഞു. എല്ലാരും കേക്ക് എല്ലാം കഴിച്ചു, ബലൂൺസ് എല്ലാം കുറെ ചവിട്ടി പൊട്ടിച്ചു. എടാ പൊട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ക്യാരം ബോർഡ് ഇവിടുന്ന് ഒഴിവാക്കി നമ്മളൊരു പുതിയ ക്യാരം ബോർഡ് വരികയാണ്. ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഗിഫ്റ്റ് ക്യാരം ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത്. ഈ 12 മണിക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും സെറ്റാക്കണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നാളെ ഫുഡാക്കാം. പിന്നെ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇതങ്ങനെ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ബലൂൺ അടക്കം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവിൻ്റെ മാസം പിറന്നാൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. ഇതാ പടക്കൊക്കെ ഉണ്ടോ, പടക്കൊക്കെ സെറ്റായിട്ടുണ്ടാവും.